ഇന്നത്തെ ദൈവവചനത്തിനായിട്ട് നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. എപ്പിസ്റ്റൽ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന പശ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജനത്തോടുകൂടെ കൂട്ടായ്മ അനുഭവിപ്പാനും ആചരിപ്പാനും ഒക്കെ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുന്ന കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ അറിയേണ്ടത് ഞങ്ങളെങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ ഞങ്ങളങ്ങനെ ആയിത്തീരുവാൻ ഈ തിരുവചന ശുശ്രൂഷ മൂലം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ ഈ കേട്ട വചനഭാഗം എന്ന് പറയുന്നത് വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമാണ്. പലപ്പോഴും നമുക്കൊത്തിരി സുപരിചിതമായിരിക്കുന്ന വചനഭാഗങ്ങളിൽ അനുസരണയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ അനുസരിക്കാതെ വിടാറുണ്ട്. നമ്മളിൽ എത്ര പേർക്കറിയാം ഇതൊരു കൽപ്പനയാണെന്നുള്ളത്? ദിസ് ഈസ് എ കമാൻഡ്മെന്റ് ഫ്രം ദ ലോർഡ്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. ദൈവജനത്തിൻ്റെ ഹൃദയത്തിന് അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെ ആകണമെന്നാണ്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് വി ആർ ദ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിൻ്റെ അനുഗാമികളാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യരാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെന്ന്, കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന്, കർത്താവ് മറ്റുള്ളവരെ സഹായിച്ചതുപോലെ സഹായിക്കണമെന്ന്, കർത്താവിൻ്റേതായിട്ടുള്ള ജീവിത രീതിയിൽ നമുക്ക് എന്തൊക്കെ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുമോ അതിനെയൊക്കെ നമുക്ക് കോപ്പി ചെയ്യണമെന്ന്, അല്ലെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഞാൻ ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങൾ എൻ്റെ ജീവിതത്തെ ഫോളോ ചെയ്യണം. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് ചെയ്ത പ്രവൃത്തികളെ പോലെ നമ്മൾ ചെയ്യണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആഴമേറിയ ഒരു അർത്ഥം അതിനുണ്ട്. ആ അർത്ഥം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറണം. കർത്താവിൻ്റെ മനസ്സുള്ളവരായിട്ട് നമുക്ക് മാറണം. നമുക്ക് പുറത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മളൊരു വ്യക്തിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരാളിനെ പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ആ ആൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യും. ആ ആൾ ഉപയോഗിക്കുന്ന കളറുകൾ നമ്മൾ ഉപയോഗിക്കും. ആ ആൾ എപ്പോഴാണോ രാവിലെ എഴുന്നേക്കുന്നത് അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേക്കും. ആ വ്യക്തി പഠിച്ച കോഴ്സുകൾ നമ്മൾ ചെയ്യും. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ അനുഗമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ വ്യക്തി ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ 100% ആ വ്യക്തിയെ നമുക്ക് അനുഗമിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോൾ. കാരണം സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ, ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലൈഫ് ഓഫ് ഹാർട്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഹൃദയത്തെ സംബന്ധിച്ചുള്ള ജീവിതമാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. കാരണം നമ്മുടെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. മറ്റാർക്കും വിസിബിൾ അല്ലാത്ത, കാണുവാൻ കഴിയാത്ത ജീവിതമാണ് ആത്മീക ജീവിതം. അപ്പോൾ കർത്താവിൻ്റെ അനുഗാമികളായി, കർത്താവിൻ്റെ ഫോളോവേഴ്സായി നമ്മൾ തീരുക എന്ന് പറയുമ്പോൾ, പ്രത്യക്ഷമായി കർത്താവ് ചെയ്ത കാര്യങ്ങൾ പലതും ചെയ്യുവാനായി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണെന്ന് കരുതിക്കോ, എപ്പോഴും വചനം പറയുന്നവരാണെന്ന് കരുതിക്കോ, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെന്ന് കരുതിക്കോ. ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മൾ പറയും കർത്താവിൻ്റെ പാതയിൽ നടക്കുന്നയാളാണ്, കർത്താവിൻ്റെ ജീവിതത്തെ അനുകരിക്കുന്നയാളാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സെന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? സ്വകാര്യ ജീവിതത്തിൽ ആ വ്യക്തി എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണെന്ന് പറയാൻ പറ്റുമോ?
അതുമാത്രമല്ല, നമ്മൾ ജനത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ആ വ്യക്തി അംഗീകരിക്കപ്പെട്ടു കാണും. 100-ൽ 100 മാർക്ക് നമ്മൾ കൊടുത്തു കാണും. യേശുവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ പറയുമായിരിക്കാം. പക്ഷെ ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് എത്ര എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ മനസ്സ് നമുക്കറിയത്തില്ല, ആ വ്യക്തിയുടെ ഹൃദയം നമുക്കറിയത്തില്ല, ആ വ്യക്തിയുടെ രഹസ്യ സ്വഭാവം നമുക്കറിയത്തില്ല. ഇവിടെ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരിതരായി ദൈവസഭയോട് പറയുക, നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. നിങ്ങൾ ഈ പുറത്തുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, പുറത്തുള്ളത് എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശരിയാകും. If you have the mind of Christ, rest everything fall in place. Hallelujah. കാരണം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ, ഇതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പാപം സംഭവിച്ചത് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എവിടെയാണ്? ഭൂമിയിലേതല്ല. ഈ ഭൂമിയിലെ പാപം സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയാ? ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിലാണ് ആദ്യമായിട്ട് ഈ ഭൂമിയിൽ. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പാപം സംഭവിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ, ഒരു ദൂതൻ, ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവൻ്റെ മനസ്സിൽ ചിന്തിച്ചു ദൈവത്തെ പോലെ ആകണമെന്ന്, അല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, യു സെഡ് ഇൻ യുവർ ഹാർട്ട്, I will ascend to the heavens. I will raise my throne above the stars of God. I will sit enthroned on the mount of assembly, on the utmost heights of Mount Sephon. I will ascend above the tops of the clouds. I will make myself like the Most High. 5 പ്രാവശ്യം I. ഞാൻ സ്വർഗത്തിൽ കയറും. ആരുടെ മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ആ എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. യു സെഡ് ഇൻ യുവർ ഹാർട്ട്, യു സെഡ് ഇൻ യുവർ മൈൻഡ്. ആരോടും അവൻ പറഞ്ഞില്ല. പാപം ആദ്യം വന്നത് അവൻ്റെ മനസ്സിലായിരുന്നു. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, പാപം അവൻ്റെ ജീവിതത്തിൽ ആദ്യം കടന്നു വന്നത് മനസ്സിലാണ്. നമ്മുടേതായാലും ശരി, നമ്മളിൽ പാപം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, ദോഷ വഴികളിൽ നമ്മൾ പോകുന്നതിന് മുമ്പ്, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒറിജിനേറ്റഡ് ആകുന്നത് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കരുതിക്കൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്ന് അത്രയാകുന്നു. ഹല്ലേലൂയ. ഹൃദയത്തെ സകല ജാഗ്രതയോടും, അല്ലെങ്കിൽ മനസ്സിനെ സകല ജാഗ്രതയോടും കൂടെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ പറയുകയാണ്, നമ്മൾ യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അതാത് സ്ഥലങ്ങളിൽ ഭംഗിയായിട്ട് നടക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, യഥാർത്ഥ മാനസാന്തരം നടക്കുന്നതും ഈ മനസ്സിലാദ്യം നടക്കുന്നത്, അല്ലേ? ദൈവവചനത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വചനം ഞാനെടുത്ത് കാണിക്കാം. കാരണം ഒരു വ്യക്തിയുടെ മാനസാന്തരം എവിടെ ആരംഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരുന്നതിന് മുമ്പ് അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവൻ അറിഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച്. ആ ഇളയ മകൻ അപ്പൻ്റേതിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട്, തനിക്ക് കിട്ടുവാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട്, went to a far country where he lavished on everything that he had from his father, and he just lived a reckless life. ഒരു വല്ലാത്ത ഒരു ജീവിതം അവൻ ജീവിച്ചു. പിതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതൊക്കെ വാങ്ങിച്ചിട്ട് പിതാവിൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയിട്ട് അവൻ ഒരു നിയന്ത്രണവും ഇല്ലാത്തവനായിട്ട് ജീവിച്ചു. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അവൻ ദൂർത്തടിച്ചു കളഞ്ഞു. ധൂർത്തപുത്രനായി അവൻ ജീവിച്ചു. 15-17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, when he finally came into his senses, he said to himself, at home even the hired servants have food enough to spare, and here I am dying of hunger. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചേ വചനം. അപ്പോൾ സുബോധം വന്നിട്ട്, he came into his senses. സുബോധം വരിക എന്ന് പറഞ്ഞാൽ അത് അകത്ത് സംഭവിക്കുന്ന പ്രവൃത്തിയാണ്. അകത്ത് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനകത്ത് വരുന്ന മാറ്റമാണ് സുബോധം വരിക എന്ന് പറയുന്നത്. സുബോധം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വായിച്ചേ പാസ്റ്ററെ. അവൻ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു,
ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. മതി 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 ദേവദാസ. അവിടെ ചിന്തിച്ചേ, ഞാൻ പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇതുവരെ അവന് ആ തോന്നലുണ്ടായിട്ടില്ല. അപ്പൻ്റെ അടുത്ത് കയർത്ത് സംസാരിച്ചപ്പോൾ, തനിക്ക് വേണ്ടതൊക്കെ വേണമെന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പിടിവാശി വെച്ചപ്പോൾ, അപ്പൻ്റെ വീട് വിട്ട് അവൻ ഇറങ്ങി വന്നപ്പോൾ അവനിത് തോന്നിയിട്ടില്ല. അപ്പനോട് പാപം ചെയ്തെന്ന് തോന്നിയിട്ടില്ല, സ്വർഗത്തോട് പാപം ചെയ്തെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ അവന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമുണ്ടായ ചിന്ത ഇതാണ്: ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ട് അപ്പനോട് പറയും, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ വേലക്കാരിൽ ഒരാളെ പോലെ എന്നെ കണ്ടാൽ മതി. കണ്ട താഴ്മയും അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതാദ്യമേ നമ്മൾ മനസ്സിലാക്കണമേ, നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന മാറ്റമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം പ്രസാദകരമായി മാറത്തുള്ളൂ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പാട്ടുകൾ പാടാൻ പറ്റും, ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പറ്റും, കൈയടിക്കാൻ പറ്റും, എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ട്രാക്സ് കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, ഒരുപാട് ഉപകാര പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്വർഗത്തോട് പാപം ചെയ്തു എന്നൊരു വ്യക്തി പറയണമെങ്കിൽ, പിതാവേ, സ്വർഗത്തോടും ഞാൻ നിന്നോടും പാപം ചെയ്തു, അല്ലെങ്കിൽ സഹ സൃഷ്ടികളോട് പാപം ചെയ്തു, മറ്റൊരു വ്യക്തിയോട് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയണമെങ്കിൽ നമുക്ക് സുബോധം വന്നേ പറ്റൂ, അകത്തൊരു മാറ്റം വന്നേ പറ്റൂ, മനസ്സിനൊരു മാറ്റം വന്നേ പറ്റൂ. നമ്മളൊരു കാര്യം ചിന്തിക്കണമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് ദൈവത്തോടു കൂടെ ആയിരുന്നു, കർത്താവ് ദൈവമായിരുന്നു, അല്ലേ? ദൈവത്തോട്, he was with God, he is God. We know that he has been with God and he came down from heaven. We know ദൈവത്തോട് കൂടെ ആയിരുന്നവനാ കർത്താവ്, അല്ലേ? കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതുപോലെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മറ്റൊരാളെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതാരാ? ലൂസിഫർ, പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അവൻ ആരുടെ അടുത്തായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചേ, അവൻ ആരുടെ അടുത്തായിരുന്നു? ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവസന്നിധിയിലായിരുന്നു, സ്വർഗത്തിലായിരുന്നു, അല്ലേ? നമ്മൾ ചിന്തിച്ചേ. അപ്പൊ നോക്കിയേ, രണ്ടു വ്യക്തികൾ, ഇവർ രണ്ടുപേരും ദൈവത്തോടു കൂടെ ആയിരുന്നവരാ, ദൈവത്തിന്റെ രാജ്യത്തിൽ വസിച്ചവരാ. ഫിസിക്കലായിട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ, ഭൗതികമായിട്ട് നോക്കുമ്പോൾ അവർ സ്വർഗത്തിൽ വസിച്ചവരാണ്, സ്വർഗത്തിൽ ദൈവത്തെ കണ്ടവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവമഹത്വം കണ്ടവരാണ്. പക്ഷെ അവർ രണ്ടുപേരും ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരുവൻ രക്ഷകനായി മാറി, മറ്റവൻ പിശാചായി മാറി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തോട് കൂടെ ഇരുന്ന വ്യക്തി, ദൈവത്തെ അറിഞ്ഞ വ്യക്തി, സ്വർഗത്തിൽ വസിച്ച വ്യക്തി, അതിൽ ഒരാൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ രക്ഷകനായി മാറി. ആ മറ്റേയാൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ശിക്ഷകനായി മാറി, അവൻ പിശാചായി മാറി. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് കൊണ്ട്, ദൈവസഭയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞാനെന്ന് പറയുന്നത് കൊണ്ട്, ഞാൻ ഒത്തിരി ഉപകാരം ചെയ്യുന്നെന്ന് പറയുന്നത് കൊണ്ട്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞവനാകണമെന്നില്ല. നിങ്ങൾക്കറിയാമോ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ദൈവമക്കളാകുന്ന യഹൂദന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് വിളിച്ചത് എന്താണെന്നറിയാമോ? യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഡെവിൾ, അല്ലേ? 8-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. യോഹന്നാൻ 8:44 അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ആ ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്, വായിച്ചേ. മതി മതി സിസ്റ്റർ, താങ്ക് യു. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കി, ആരോടായി പറയുന്നത്? യഹോവയുടെ മക്കളാകുന്ന ഇസ്രായേൽ ജനമാകുന്ന യഹൂദന്മാരോട് പറയുകയാണ്. പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കുന്ന നിയമപ്രമാണികളോട്, പരീശന്മാരോട്, സദൂക്യരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന് പറയുന്ന പിതാവിൻ്റെ മക്കൾ. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ പിതാവിൻ്റെ കാര്യങ്ങളെ ചെയ്യുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ പുറത്തുനിന്ന് വരുന്ന ഫലം നോക്കിക്കഴിയുമ്പോൾ ഈ നിങ്ങളുടെ പിതാവ് കാണിക്കുന്ന, അതായത് ഈ പിശാച് കാണിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. സഹോദരന്മാരെ ശ്രദ്ധിക്കണമേ. യഹൂദന്മാർ പറഞ്ഞത് ഞങ്ങൾ യഹോവയുടെ മക്കളാണെന്ന്, ഞങ്ങൾ ദൈവജനമാണെന്ന് അവർ പറഞ്ഞു. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെ സാക്ഷാൽ ദൈവം എന്ന് അവരോട് പറയുകയാണ്, സാക്ഷാൽ കർത്താവ് അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളല്ല, നിങ്ങൾ പിശാചെന്ന് പറയുന്ന പിതാവിൻ്റെ മക്കളാണ്. കാരണം എന്നാണെന്നറിയാമോ? അവൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നതും ആ പ്രവൃത്തികളെ ചെയ്യുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താ പിശാചിൻ്റെ പ്രവൃത്തികൾ? ഭോഷ്ക്ക് പറയുന്നത് പിശാച. കാരണം ഭോഷ്കിൻ്റെ പിതാവെന്ന ദൈവവചനത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത്, അവൻ ഭോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? ഭോഷ്ക്ക് പറയും.
അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനവന്, അല്ലേ? മറ്റുള്ളവരെ വഷളാക്കുന്നവനവര്, അവന് പ്രൗഡുള്ളവനവന്. ചിന്തിച്ചു നോക്കിയേ, കള്ളം പറയുക മാത്രമല്ല മറ്റുള്ളവരുടെ അപഹരിക്കുന്നതാ. ഈ ലോകത്തെ സ്നേഹിപ്പിക്കാൻ വേണ്ടി ജനത്തെ വശീകരിക്കുന്നവനവന്. നമ്മളൊന്ന് ചുറ്റുപാട് നോക്കിയോ, കോപിക്കുന്നവനാണ് അവന്, അല്ലേ? ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടോ? ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടോ? നമ്മൾ കള്ളം പറയാറുണ്ടോ? കള്ളം സ്നേഹിക്കാറുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കാറുണ്ടോ? നമ്മൾ അസൂയപ്പെടാറുണ്ട്? നമ്മളിൽ പ്രൗഡുണ്ടോ? നിഗളമുണ്ടോ? അല്ലെ അഹന്തയുണ്ടോ? ഞാനെന്ന ഭാവമുണ്ടോ? നമ്മൾ എത്ര ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിന്ന് യേശു കർത്താവ് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ എങ്ങനെയായിരിക്കും വിളിക്കുക? ചിന്തിക്കണമേ സഹോദരങ്ങൾ, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തെ വെറുക്കുന്നതെന്നറിയാമോ? ഇങ്ങനത്തെ ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് പാപത്തെ വെറുക്കുന്നത്. കർത്താവേ, ഞാൻ ഈ പിശാച് ചെയ്യുന്ന പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെങ്ങനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പിശാച് എന്ന് പറയുന്ന പിതാവിന്റെ മക്കളാണ്. കാരണം നിങ്ങളുടെ മോഹങ്ങൾ അവൻ ചെയ്യുന്നതാ, നിങ്ങൾ ഇച്ഛിക്കുന്നത് അവൻ ചെയ്യുന്നത് ചെയ്യാനാ. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ പകൽക്കാലം നമുക്കൊരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു മാറ്റം വരണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ മനസ്സ് മാറിയെങ്കിൽ മാത്രമേ ബാക്കി എല്ലാം മാറത്തുള്ളൂ. ബാക്കി എല്ലാം മാറിയാലും നമ്മുടെ മനസ്സ് മാറിയില്ലെങ്കിൽ ലോകം നമുക്ക് വേണ്ടി കൈയടിക്കും. ലോകം നമ്മളെ റൗണ്ട് ഓഫ് അപ്ലോസ് ചെയ്തിട്ട് എല്ലാവരും ചുറ്റും കൈയടിച്ച് നമ്മളെ പുകഴ്ത്തും. നമുക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ ലോകം തരും. പക്ഷെ കർത്താവിൻ്റെ സന്നിധി നമ്മളെത്തത്തില്ല. കാരണം എന്നറിയാമോ? നമ്മുടെ മനസ്സിന് മാറ്റം വന്നില്ല. മനസ്സിന് വരുന്ന മാറ്റത്തിനാണ് മനംതിരിവ് അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരമില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും കർത്താവിനെ കാണത്തില്ല. അവൻ സ്നാനപ്പെട്ടാലും ശരി, സഭയുടെ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാലും ശരി, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാലും ശരി, ഒരു സഭായോഗം പോലും മുടക്കാതെ എല്ലാ സഭായോഗങ്ങൾക്കും വരുന്നവനാണെങ്കിലും ശരി, എല്ലാവരാലും സാക്ഷ്യം ലഭിച്ചു എന്ന് പറയുന്ന വ്യക്തിയായാലും ശരി, യഥാർത്ഥ മാനസാന്തരം ഉള്ളിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തെ കാണത്തില്ല. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തുവെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കണ്ടോ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സോ ട്രാൻസ്ഫോർമേഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ ദ മൈൻഡ്. ചിന്തിക്കണമേ, ട്രാൻസ്ഫോർമേഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ ദ മൈൻഡ്. രൂപാന്തരം സംഭവിക്കേണ്ടത് മനസ്സിലാണ്. രൂപാന്തരം മനസ്സിലേക്ക് സംഭവിക്കുമ്പോൾ പ്രവർത്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികളായിട്ട് മാറുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ വിഷയങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനകത്ത് മാറ്റം വന്നിട്ടില്ല. നമുക്കൊരാളെ ചിരിച്ചു കാണിക്കാൻ പറ്റും, നമുക്കൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതേ സമയം തന്നെ ആ വ്യക്തിയെ നമുക്ക് തരം താഴ്ത്തി കാണാൻ പറ്റും മനസ്സിൽ. ആ വ്യക്തിയോട് അകൽച്ച കാണിക്കാൻ പറ്റും മനസ്സിൽ. ആ വ്യക്തിയെ നമുക്ക് വെറുക്കാൻ പറ്റും മനസ്സിൽ. ആ വ്യക്തിയെ ഒരു അകൽച്ചയിൽ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്ത് കാണിച്ചതൊക്കെ യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. കർത്താവ് കാണുന്നത് പുറത്തുള്ള കാര്യങ്ങളല്ല, കർത്താവ് കാണുന്നത് നമ്മുടെ അകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സിനൊരു മാറ്റം വരണം. അതിനെയാ മാനസാന്തരം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറണം. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ആ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അങ്ങനല്ല. അതൊരു കമാൻഡ്മെൻറ്റാണ്. എഗെയിൻ കമാൻഡ്മെൻ്റ് അല്ല, അതിനകത്തൊരു വലിയ മീനിങ് ഉണ്ട്. നമ്മൾ പറയാമെന്ന് വെച്ചോ, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാര്യം പറയാമെന്ന് വെച്ചോ, ഇതൊന്നും നിങ്ങൾ ചെയ്യരുതായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും പ്രായമുള്ളവരല്ലേ, നമ്മളെല്ലാവരും പ്രായമുള്ളവരാകുന്നു, നമ്മളെല്ലാവരും അഡൽസ് ആകുന്നു എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരഡൽറ്റ് ചെയ്യാത്തത് എന്തോ ഇവർ ചെയ്തു എന്നല്ലേ എൻ്റെ അർത്ഥം. ശരിയല്ലേ? നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാകുന്നു, ഇല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുക, കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ പഠിച്ചവരാകുന്നു, നമ്മളൊക്കെ സംസ്കാരമുള്ളവരാകുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? ആ ധ്വനി കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അതിന് യോഗ്യമല്ലാത്തത് എന്തോ അവർ ചെയ്തു എന്നാണ്. ഇത് ആ വാക്യം അനുസരിച്ച് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെ പോലെ അല്ല നമ്മളിൽ പലരും പെരുമാറുന്നത്.
എന്ന ആ വാക്യത്തിൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പോകുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ, ക്രിസ്തുവിൻ്റെ മനസ്സ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണ്, ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്ക് ഉണ്ടാകണമേ എന്ന് കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവെ എന്നെ അതിന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തി എന്നിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതാക്കി മാറ്റുമ്പോൾ എന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാ നമ്മൾ ഇന്ന് കുറച്ച് സമയം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. The Christian life is not only what we do but about what we think. That means to have the mind of Christ is to see the life people suffering and the obedience through the lens of Jesus himself. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വരുമ്പോൾ, യേശുവിൻ്റെ മനസ്സ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയാമോ? നമ്മുടെ നോട്ടം തന്നെ മാറിപ്പോകും, നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോകും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിപ്പോകും. മറ്റുള്ളവരെ കാണുമ്പോൾ ക്രിസ്തുവിനുണ്ടായ ആ അനുഭവം, ക്രിസ്തുവിനുണ്ടായ ആ ഭാവം നമുക്ക് തോന്നും. മറ്റുള്ളവരുടെ വേദന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് കുറ്റം ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, ആവശ്യക്കാരെ നമ്മുടെ മധ്യത്തിൽ കാണുമ്പോൾ, അപ്പോഴൊക്കെയും ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കും. നമുക്ക് പലപ്പോഴും യേശുവിനെ പോലെ ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ പലപ്പോഴും വരുത്തി തീർക്കും. പക്ഷേ യഥാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ മനസ്സ് നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഞാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ദൈവവചനത്തിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ മനസ്സ് നമുക്ക് വന്നാലുള്ള മാറ്റം. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ മൈൻഡ് ഓഫ് ഹ്യൂമിലിറ്റി. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ മൈൻഡ് ഓഫ് ഹ്യൂമിലിറ്റി. നമ്മൾ മറന്നു പോകരുത്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് താഴ്മയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് താഴ്മയുടെ മനസ്സാണ്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ സഹോദര സഹോദരി, ദൈവത്തിന് ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് താഴ്മയുടെ മനസ്സാണ്. സിൻ കെയിം ത്രൂ പ്രൈഡ് ബട്ട് സാൽവേഷൻ കെയിം ത്രൂ ഹ്യൂമിലിറ്റി. നമുക്കറിയാം, മുമ്പേ കേട്ടതുപോലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് കേട്ടതുപോലെ പാപം ആദ്യം ഉണ്ടായത് പ്രൈഡിൽ നിന്ന്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഹന്തയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ആരോ ആണെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന്, ഞാൻ മറ്റാരെല്ലാവരെക്കാൾ വ്യത്യസ്തനാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഹല്ലേലൂയ പാപം ആദ്യമായിട്ടുണ്ടായത്. നമുക്കറിയാം, ലൂസിഫർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ വി ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഈസ് ഹിസ് നെയിം. ആ ദൂതന്റെ പേര് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഹി വാസ് ആൻ ആർക്കേഞ്ചൽ. ഒരു പ്രധാന ദൂതനായിരുന്നു പിശാച്. പ്രധാന ദൂതനായിരുന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ നേതൃത്വ സ്ഥാനത്തിൽ ഒരു ലീഡറായിരുന്നു അവൻ അതൊന്നും പോരാന്നൊരു തോന്നൽ തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു ദൂതന്മാരെക്കാൾ തനിക്ക് പ്രത്യേകതയുണ്ട്, മറ്റു ദൂതന്മാരെക്കാൾ തനിക്ക് കഴിവുള്ളയാളാണ്. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ വന്ന് 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവനെ എസ്കോർട്ട് ചെയ്തിരുന്ന അവനെ അണിയിച്ചിരുന്ന ആ രത്നങ്ങളെക്കുറിച്ച് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അവൻ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ വസിച്ചിരുന്നവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്നവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രത്യേകതകളോടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മറ്റെല്ലാ ദൂതന്മാരെക്കാളും അവൻ വ്യത്യസ്തനായിരുന്നു. അവൻ ആദരണീയനായിരുന്നു. അവൻ നല്ലൊരു ലീഡറായിരുന്നു. അങ്ങനെ ആ നേതൃത്വ സ്ഥാനത്തിരുന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എനിക്ക് മേളിൽ ഒരാളുടെ ഉള്ളൂ. അതാരാന്നറിയാമോ? ദൈവമാണ്. അപ്പോൾ എനിക്ക് ദൈവത്തെ പോലാകണം. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? സകല സൃഷ്ടികളും എന്നെ ആരാധിക്കും. മനസ്സിലായോ? പ്രൈഡ് വന്നത്, എനിക്കിപ്പോൾ ഉള്ളതൊന്നും പോരാ, എനിക്ക് ഇപ്പോഴുള്ള സ്ഥാനമാനങ്ങൾ പോരാ, എനിക്ക് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പോരാ, കാരണം ഇതിനേക്കാളൊക്കെ കഴിവുള്ള ആളാണ് ഞാൻ, ഇതിനേക്കാളൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് ഞാൻ, എനിക്ക് ഉയർന്നേ മതിയാകൂ എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്, 13-14 വാക്യങ്ങളിൽ വായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണ് പാപം കടന്നു വന്നത്. എന്നാൽ യേശുവിലേക്കൊന്ന് നോക്കിയേ, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വലിയ സ്ഥാനത്ത് നിന്ന് ദൈവമായിരുന്നവൻ അവൻ മനുഷ്യനായി ഇറങ്ങി വരികയായിരുന്നു. ആ വചനഭാഗം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഇപ്പോൾ വായിച്ചതിന്റെ തൊട്ട് ഭാഗത്ത് 6-7 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. മറ്റവൻ ദൈവരൂപത്തിലല്ല, മറ്റവൻ ദൂതനായിരുന്നവൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. ഇവിടെ നോക്കിയ ദൈവമായിരുന്നവൻ അതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്
വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിയുടെ രൂപം ധരിച്ചു. ചെറിയ കാര്യമല്ലോ അന്ന് ദൈവമക്കളേത്. ആ താഴ്മയുടെ ആഴം നോക്കിയേ. ഹല്ലേലൂയ. സൃഷ്ടിതാവായ ദൈവം തൻ്റെ അനേക സൃഷ്ടികളിൽ ഒരുവനാകുന്ന മനുഷ്യന്റെ രൂപത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം സൃഷ്ടിതാവായ ദൈവം തന്നെത്താൻ ഒഴിച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴേക്ക് ഇറങ്ങി വന്നു. ഇതാ ഹ്യൂമിനിറ്റി. ദിസ് ഈസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹി ഹാസ് സ്റ്റെപ്ഡ് ഡൗൺ ഫ്രം ഹിസ് ത്രോൺ though he couldn't deny his divinity. അവന്റെ ദൈവത്വം വേണ്ടെന്നല്ല വെച്ചത്. പക്ഷേ ദൈവമായിരുന്നവൻ അവരിരുന്ന സിംഹാസനത്തിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയ സീസൺ ഓഫ് ടൈമിന് ആ സിംഹാസനം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ മനസ്സുള്ള വ്യക്തിയായി ഞാനും നിങ്ങളും മാറുമ്പോൾ നാം ഇരിക്കുന്ന സിംഹാസനത്തെ നാം പിന്നെ സ്നേഹിക്കത്തില്ല. നമ്മുടെ സ്ഥാനമാനങ്ങളെ നാം പിന്നെ സ്നേഹിക്കത്തില്ല. നമ്മളെ മറ്റുള്ളവർ വലുതായി കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. കാരണം നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായി തീർന്നു. ക്രിസ്തുവിൻ്റെ മനസ്സാണ് ക്രിസ്തുവിനെ നയിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി, ഈ ഭൂമിയിൽ താൻ മനുഷ്യനായിരുന്നപ്പോൾ എന്താ ചെയ്ത പ്രവൃത്തി എന്നറിയാമോ? അവനെ ഹല്ലേലൂയ ഈ താഴ്മയുടെ അനുഭവത്തിൽ തന്നെ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവവചനം പരിശോധിക്കുമ്പോൾ. അത് തന്നെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഐഹിക കാലത്ത് ക്രിസ്തു ഐഹിക കാലത്ത് തൻ്റെ ജഡത്തിലിരുന്നു കൊണ്ട് കണ്ണുനീരോടും അഭയയാചനയോടും കൂടെ പ്രാർത്ഥിക്കുന്നു. ആ ഭാഗം ഒന്ന് വായിച്ചേ ആരെങ്കിലും. ഹീബ്രൂസ് ചാപ്റ്റർ 5 verse 7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പൂർണ്ണ മനുഷ്യനായിരുന്ന താൻ, പൂർണ്ണ മനുഷ്യത്വത്തിൽ ജീവിച്ച താൻ ദൈവത്തിന് ശ്രദ്ധിച്ചു നോക്കിയ സഹോദരങ്ങളെ, താൻ ദൈവത്തിന് തുല്യനായിരുന്നു. തനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ താൻ മനുഷ്യനായി ജീവിക്കുകയാണ്. മനുഷ്യനായി ജീവിക്കുന്നെങ്കിൽ ആത്മീക മരണത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായമാണ് ആവശ്യം. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിച്ചു. അവിടെ പറയുന്നു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ താൻ മരിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, താൻ മരിച്ചില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഭൗതിക മരണത്തെക്കുറിച്ച് പറഞ്ഞ മരണമല്ല. ഭൗതിക മരണത്തിലാണെങ്കിൽ ആ മരിച്ചില്ല, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ താൻ മരിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് ഭൗതിക മരണമാണെങ്കിൽ നമ്മൾ പറയും ക്രൂശിൽ താൻ മരിച്ചായിരുന്നല്ലോ. അത് ക്രൂശിലെ മരണത്തെക്കുറിച്ചല്ല പറയുന്നത്. താൻ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. താൻ പൂർണ്ണ ദൈവമായിരുന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. താൻ ആത്മീക മരണത്തിൻ്റെ അനുഭവത്തിൽ. കാരണം നമുക്ക് മനുഷ്യന് മുമ്പിൽ ഒരു മാതൃകയായി കർത്താവ് കാണിച്ചു തരികയാണ് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥനയുടെ രീതി എന്തായിരിക്കണം? നിന്റെ പ്രാർത്ഥനയുടെ രീതി ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്ന് അനുദിനം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവ് അത് കാണിച്ചു തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ യേശുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിക്കും. കാരണം യേശു പ്രാർത്ഥിച്ചതുപോലെ അതേ അനുഭവത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോന്നറിയാമോ? എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന്. അത് യേശുവിൻ്റെ മനസ്സാണ് പ്രാർത്ഥിച്ചത്, അല്ലേ? യേശുവിൻ്റെ മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് അനുഭവങ്ങളിലും നാം പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ ഉണ്ടാവട്ടെ. ഇപ്പം മനസ്സിലായോ സഹോദരങ്ങളെ? ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം മനസ്സിലായോ? അപ്പം നമ്മൾ 100 കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ഒറ്റ വിഷയത്തിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിച്ചാൽ മതി. ഒറ്റ വിഷയത്തിന് വേണ്ടി ഈ നാളുകളിൽ ഉപവസിച്ചാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാക്കി എന്നെ മാറ്റണമേ. ക്രിസ്തുവേശുവിൻ്റെ മനസ്സുള്ളവളാക്കി എന്നെ മാറ്റണമേ. അത് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ആസ് ഐ സെഡ് fall in place. യഥാർത്ഥ വഴികളിൽ നമുക്ക് പോകാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് പിന്നെ അഭിനയിക്കേണ്ടതായിട്ട് വരത്തില്ല. നമ്മൾ പിന്നെ മേക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ക്രിസ്തുവിനെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ബിക്കോസ് ദ ഹോൾ കൺട്രോൾ ഈസ് സെൻറ്റേഡ് ഇൻ ദ ഹാർട്ട് ഓർ ഇൻ ദ മൈൻഡ്. അതുകൊണ്ട് മുമ്പേ നമ്മൾ വായിച്ചത് റോമാലേഖനം 12 നിന്ന് വായിച്ചത്, ലോകത്തെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് മാറണമെങ്കിൽ, ദൈവത്തിന് പ്രസാദവും പൂർണ്ണതയുമുള്ള ഹിതമെന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കാതെ രൂപാന്തരം സംഭവിക്കത്തില്ല.
Hallelujah. Unless and until our mind is not renewed, we cannot be transformed. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടാതെ, ഹല്ലേലൂയ, മനസ്സ് പുതുക്കാതെ രൂപാന്തരപ്പെടുവാനായിട്ട് നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, ഈ ഭാഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. He has stepped down. ഇവിടെ നോക്കിയേ, he depended on the Father. He could have been independent because he was equal with God the Father. He could have been independent. ഈ ഭൂമിയിലും താൻ ജീവിച്ചപ്പോൾ താൻ ദൈവമല്ലായിരുന്നോ? തീർച്ചയായിട്ടും അവൻ ദൈവമായിരുന്നു. ഇവിടെ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോഴും അവൻ തൃത്വത്തിൽ ഒരുവനായിരുന്നു, അല്ലേ? ചിന്തിച്ചു നോക്കിയേ, ആ തൃത്വത്തിനകത്ത് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ മാറ്റം സംഭവിക്കുമായിരുന്നു. എങ്ങനെയെന്നറിയാമോ? താൻ പിതാവിനെ കീഴ്പ്പെടാതെ ജീവിച്ചിരുന്നുവെങ്കിൽ മാറ്റം സംഭവിക്കുമായിരുന്നു. ഇവിടെ നോക്കിയേ, പിതാവിൻ്റെ ഹിതത്തിൽ താൻ എപ്പോഴും ജീവിച്ചു. യേശു കർത്താവ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനത്ര ഈ ഭൂമിയിലേക്ക് വന്നത് കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിൽ താൻ കീഴ്പ്പെട്ട് ജീവിച്ചു. അതുപോലെ തന്നെ നയിച്ചത് ആരാരെന്നറിയാമോ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, the third one in the Trinity, the Holy Ghost of God. He was the one who was leading Christ as a man in this world. കാരണം അതെവിടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. അത് പഠിപ്പിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ഓരോ ദിവസത്തെ ജീവിതവും നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. ഇവിടുത്തെ പോയിന്റ് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഹി കുഡ് ഹാവ് ബീൻ ഇൻഡിപെൻഡന്റ് ബിക്കോസ് ഹി വാസ് ഈക്വൽ വിത്ത് ദ ഫാദർ, ബട്ട് ഹി ഡിഡ്ന്റ് വാണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്, ബട്ട് ഹി വാസ് ടോട്ടലി ട്രസ്റ്റിംഗ് ഇൻ ഹിസ് ഫാദർ. കർത്താവിന് വേണമെങ്കിൽ സ്വതന്ത്രനായി ഭൂമിയിൽ ജീവിക്കാമായിരുന്നു. അവിടുന്ന് സാക്ഷാൽ ദൈവമായിരുന്നു. പക്ഷേ അവിടുത്തെ മൈൻഡ് ഈസ് സോ, കർത്താവിൻ്റെ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദി മൈൻഡ് ഓഫ് ഹ്യൂമിലിറ്റി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ മനസ്സ് താഴ്മയുടെ മനസ്സാണ്, യേശുവിൻ്റെ മനസ്സ് താഴ്മയുടെ മനസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, താൻ ദൈവമായിരുന്നിട്ടും താൻ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹി വാസ് ലിവിങ് ലൈക്ക് എ മാൻ. ഒരു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുമാത്രമല്ല, ഹി വാസ് ബീയിങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. And he is trusted in his own father rather than acting independently. സ്വാതന്ത്ര്യത്തോടെ നമ്മളൊക്കെ അങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റാരോടെങ്കിലും ചോദിക്കാൻ നിൽക്കുമോ? We would never ask someone's permission. We would never wait for somebody. If we have the authority, we will do it on our own way, our own initiative. പക്ഷെ കർത്താവിന് അത് ചെയ്യാമായിരുന്നിട്ടും കർത്താവ് ചെയ്തില്ല. നമുക്കറിയാം അതിന് വ്യക്തമായ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, ഗെത്സമനയിൽ ഇരുന്നു കൊണ്ട് കർത്താവ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചില്ലേ? എന്താ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഫാദർ, ഇഫ് ഇറ്റ് ഈസ് പ്ലീസ് ടു യു, റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. ഹി പ്രേയ്ഡ് 3 times. അധികാരമുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഹി ഹിംസെൽഫ് ഈസ് ഗോഡ്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ദൈവത്തിന് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? വൺ ആഫ്റ്റർ അനദർ, 3rd time. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് നമ്മളെ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ താഴ്മയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് താൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരികയാണ്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇവൻ മനുഷ്യനല്ലെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല അവൻ്റെ ജീവിതം കണ്ടാൽ. എന്നാൽ അവിടുന്ന് ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും പലയിടത്ത്. കാരണം താൻ ആരാധന സ്വീകരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും, തൻ്റെ സൂപ്പർ നാച്ചുറൽ വർക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ കാണുമ്പോൾ താൻ സാക്ഷാൽ ദൈവമാണെന്നറിയാം. പക്ഷേ ജീവിതം, ഡേ ടു ഡേ ലിവിങ് നോക്കിക്കഴിയുമ്പോൾ 100% he was a perfect man. He was fearing God. He was trusting in God. He was crying out to God. He was praying to God. പറഞ്ഞ മനസ്സിലായോ സഹോദരങ്ങളെ? ഇത് നമ്മളെ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ താഴ്മയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ദിസ് ഷോസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ഒബീഡിയൻസ്. ഒരു യഥാർത്ഥ, ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ താഴ്മയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് അവർ സെൽഫ്. മനസ്സിലാക്കണമേ, ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് അവർ സെൽഫ്, ബട്ട് തിങ്കിങ് അവർ സെൽഫ് ലെസ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? താഴ്മയെന്ന് പറയുന്നത് നമ്മളിലുള്ള ആ വലിയ ഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും വിട്ട് ഒരു ചെറിയ അധികാരത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല. ഞാൻ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തല്ലോ എന്ന് പറയുന്നതല്ല താഴ്മ. താഴ്മയെന്ന് പറയുന്നത് നമ്മൾ ഒന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്.
മനസ്സിലായ ദൈവമക്കളെ? അതായത് ഞാനിതിനൊന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒത്തിരി അധികാരമുള്ള ഒരു വ്യക്തി 99% അധികാരം വിട്ടിട്ട് 1% അധികാരത്തിൽ ജീവിച്ചിട്ട് പറയുകയാണ്, ഈ 99% അധികാരം ഞാൻ വിട്ടല്ലോ, അപ്പം ഞാൻ താഴ്മയുള്ള വ്യക്തിയല്ലേ എന്ന് പറയുന്നതല്ല താഴ്മ. 100% അധികാരമുള്ള ഒരു വ്യക്തി 100% വിട്ടിട്ട് ഐ ആം എ സീറോ എന്ന് പറയുന്നതാണ് താഴ്മ. ജീസസ് became that. He became a perfect man. God is 100%. Man is zero. മനസ്സിലാക്കണമേ, God is 100%. Man is zero. മനുഷ്യനെന്ന് പറയുന്നത് പൂജ്യമാണ്. മനുഷ്യനെന്ന് പറഞ്ഞ പൂജ്യമാണ്. കാരണം എന്ന് ചോദിച്ചാൽ റോമാലേഖനം 3:23 പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മാൻ ഈസ് സീറോ. പക്ഷെ ദൈവമോ, വചനം പറയുന്നു, ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. അതാ ഗോഡ്. അപ്പൊ ആ ഗോഡായിരുന്നവൻ, ആ 100% 99% വിട്ട് 1% അധികാരത്തിലല്ല ഈ ഭൂമിയിൽ ജീവിച്ചത്. അവൻ ആ 100% ദൈവത്തിന് സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ദാറ്റ് ഈസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള ഒന്നിനെയും നമ്മുടേതായിട്ട് നമ്മൾ കാണത്തില്ല. വി ആർ വില്ലിങ് ടു ബി ട്രീറ്റഡ് ആസ് എ സീറോ. അതുകൊണ്ടാണ് നമ്മൾ അനുദിനം വളരണമെന്ന് പറയുന്നത്. അതാ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, സഹോദരങ്ങളെ, ക്രിസ്തു എന്ന തലയോളം എനിക്ക് വളരണം. അതിനർത്ഥം വല്ലതും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വ്യക്തിയായി എനിക്ക് മാറണം. ഹല്ലേലൂയ. 100% എനിക്കുണ്ട് പലതും, എനിക്കില്ലെന്നല്ല. കർത്താവിൻ്റെ ദൈവത്വം കർത്താവ് ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. 100% അവൻ അവിടെ ഉണ്ട്. പക്ഷെ 100% ഉള്ള താൻ 0% ഒതുങ്ങി വന്ന് മനുഷ്യനായി തീർന്നു. മനസ്സിലാക്കണമേ സഹോദര സഹോദരി, എന്നിലേക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം അതാണ്. ഹല്ലേലൂയ. എല്ലാറ്റിനെയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വെച്ചിട്ട് 100% കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വെച്ചിട്ട് കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്നെ നിങ്ങളെ നമ്മെ വ്യത്യസ്തരാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഞാനിവിടെ ഇരിക്കുന്ന ഈ സഹോദരന്മാരെയോ സഹോദരിമാരെയോ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇൻഫീരിയർ ആകുന്നതും ഞാൻ സുപ്പീരിയർ ആകുന്നതും എന്തിൻ്റെ വെളിച്ചത്തിലാണെന്നറിയാമോ? എനിക്കില്ലാത്തത് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഇൻഫീരിയർ ആകുക. ശ്രദ്ധിക്കണമേ. എന്ന് പറഞ്ഞാൽ എനിക്ക് താഴ്ച വരികയാണ്. അതുപോലെ നിങ്ങൾക്കില്ലാത്തത് എന്തെങ്കിലും എനിക്കുണ്ടെങ്കിലോ ഞാൻ നിങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നു. വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, പേരോ പെരുമയോ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും കഴിവുകളായിക്കൊള്ളട്ടെ, നിങ്ങൾക്കില്ലാത്തതൊക്കെ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ വലിയ ആളാണെന്ന് വിചാരിക്കും. അപ്പം എനിക്കില്ലാത്ത ചിലത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ എന്നെക്കാട്ടി വലിയ ആളാന്ന്. പക്ഷെ നമ്മളെല്ലാവരും തുല്യരാണെന്ന് അറിയണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? ഞാനും 0, നിങ്ങളും 0. പോയിന്റ് മനസ്സിലായ സഹോദരങ്ങളെ? അപ്പം ഞാൻ 0 ആയി കഴിയുമ്പോൾ, ഞാൻ 0 കഴിയുമ്പോൾ എന്നേക്കാൾ വലിയവനെന്നോ എന്നേക്കാൾ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഐ ആം വില്ലിങ് ടു സ്റ്റേ അറ്റ് ദ ഫ്ലോർ എനി ടൈം. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ആദ്യത്തെ പ്രത്യേകത. ഹല്ലേലൂയ. The mind of Christ is the mind of humility. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്, കർത്താവേ ഈ മനസ്സുള്ളവനാക്കി എന്നെ മാറ്റണമേ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തെല്ലാം ഉണ്ട് ഇപ്പം, അല്ലേ? കർത്താവേ അങ്ങയുടെ മനസ്സുള്ള വ്യക്തിയായി തീരണമേ. എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അങ്ങയുടെ മനസ്സ് വേണം. അവരോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ അങ്ങയുടെ മനസ്സ് വേണം. അവരെ കരുതുവാൻ കഴിയണമെങ്കിൽ അങ്ങയുടെ മനസ്സ് വേണം. അവരെ ഉപദേശിക്കുവാൻ കഴിയണമെങ്കിൽ അങ്ങയുടെ മനസ്സ് വേണം. ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കത്തില്ല. ക്രിസ്തു നിൽക്കുന്നത് പോലെ നമ്മൾ നിൽക്കും. നമ്മളാരും, ഞാൻ അവിടെ എത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാ, ക്രിസ്തുവിനെ പോലെ ആകണം. എന്തിൽ? ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളിലല്ല, ക്രിസ്തു ചെയ്ത അടയാളങ്ങളിൽ മാത്രമല്ല, പിന്നെയോ കർത്താവിൻ്റെ മനസ്സുള്ള വ്യക്തിയായി മാറണം. സത്യത്തിന് വേണ്ടി നിൽക്കണം. ദൈവജനത്തെ നോക്കുമ്പോൾ അവരുടെ ഭൗതിക നന്മയല്ല, അവരുടെ ആത്മീക നന്മ കാണുവാനും അവരുടെ നിത്യതയ്ക്ക് ലാക്കാക്കി അവരെ അതിലേക്ക് നയിക്കുവാനും തക്കൊണ്ട് എനിക്ക് കഴിയണം. യേശു അങ്ങനെയാണ് ചെയ്തത്. അടുത്തത് 2, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ മൈൻഡ് ഓഫ് ഒബീഡിയൻസ്. അനുസരണയുടെ മനസ്സാണ് യേശുവിൻ്റെ മനസ്സ്. അനുസരണയുടെ മനസ്സാണ് യേശുവിൻ്റെ മനസ്സ്. Again, sin came through disobedience, but salvation came through obedience.
നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? സിൻ കെയിം ത്രൂ. ഈ ഭൂമിയിൽ പാപം കടന്നു വന്നത് എങ്ങനെയാണെന്നറിയാമോ? അനുസരണക്കേട്. ആര് കാണിച്ച അനുസരണക്കേട്? ആദമും ഹൗവയും കാണിച്ച അനുസരണക്കേട്. ആദമും ഹൗവയും അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനുസരണ കാണിച്ചപ്പോൾ രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവവചനം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് തന്നെ 2:8 says that he humbled himself and became obedient to the point of death, even death on a cross. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചേ 2:8. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, യേശു കർത്താവ് ദൈവമല്ലേ? അവൻ അനുസരണം പഠിക്കേണ്ട കാര്യമുണ്ടോ? അനുസരണം അവൻ എന്തിനാ പഠിച്ചത്? മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവരോട് അവൻ പ്രാർത്ഥിച്ചത് എന്തിനാ? അവൻ ദൈവമല്ലേ? ഇവിടെ പറയുന്നു അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചെന്ന്. യേശുവിന് അനുസരണം പഠിക്കേണ്ട കാര്യമുണ്ടോ ദൈവമക്കളെ? അവിടുന്ന് ദൈവമാണ്. അവൻ അനുസരണം പഠിപ്പിക്കുന്നവനാണവൻ, അല്ലേ? അനുസരണം പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം he is a man here. He is a man here. He humbled himself and became obedient to the point of death. ഒന്ന് വായിച്ചേ 2:8. പാസ്റ്റർ വായിച്ച വചനം ഒന്ന് വായിച്ചേ. താഴേക്ക് വായിച്ചു വരുമ്പോൾ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും ആമേൻ ഹല്ലേലൂയ. He became obedient to the point of death എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചേ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ വാക്യം ഫുള്ളായിട്ടൊന്ന് വായിച്ചേ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. യു സി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he need to learn obedience through the things which he suffered. പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് പലപ്പോഴും നമ്മൾ കടന്നുപോയ ചില ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലാണ്, കർത്താവിൻ്റെ ഇടപെടലില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. യേശു കർത്താവ് ആ കഷ്ടതയെ മനുഷ്യ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്ന് താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ ഒരു വലിയ കാര്യം പഠിച്ച് എന്തുവാണെന്നറിയാമോ? ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നത് എങ്ങനെയെന്ന്. അതുമാത്രമല്ല, മരണത്തോളം അവൻ അനുസരണയുള്ളവനായി തീർന്നു എന്ന്. ഹല്ലേലൂയ. ആർക്കും മരിക്കുവാൻ ആഗ്രഹമില്ല, മനുഷ്യർക്ക് ആർക്കും മരിക്കുവാൻ ആഗ്രഹമില്ല. ഇതാ ഇവിടെ ഒരുവൻ പറയുന്നു, ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നെന്നാ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് കർത്താവ് ക്രൂശിൽ മരിക്കാനുള്ള പേടി കൊണ്ടൊന്നുമല്ല. പിന്നെയോ ക്രൂശിൽ തന്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ താൻ കുറച്ചു സമയത്തേക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നോർത്താണ്. ക്രൂശിന്റെ മേൽ ഈ നരകം മുഴുവനും പാപം മുഴുവനും താൻ ചുമക്കേണ്ടി വരുമല്ലോ എന്നുള്ളതോർത്താണ് കർത്താവേ ഈ പാനപാത്രം, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് താൻ പ്രാർത്ഥിച്ചത്. ഒരിക്കലും ക്രൂശിലെ മരണത്തെ ഭയന്നിട്ടല്ല, ഒരിക്കലും ചിന്തിക്കരുത്. Because he knows that he would be abandoned by his father, because he was going to carry the burden of the sin of the world on the cross. ഈ ലോകത്തിന്റെ സകല പാപത്തെയും ചുമന്നുകൊണ്ട് താൻ ക്രൂശിന്റെ മേൽ കിടക്കണം എന്ന് വിചാരിക്കുന്ന ആ നാഴിക മാറണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് പറ്റുമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധിയുള്ള ദൈവത്തിന് പാപത്തെ ചുമക്കാൻ പറ്റുമോ ദൈവമക്കളെ? പരിശുദ്ധനായ ദൈവത്തിന് പാപം എന്നുള്ള പേര് ലേബല് കിട്ടുമോ? നമ്മുടെ കർത്താവ് പാപമായി തീർന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ആരെങ്കിലും ഒന്ന് വായിച്ച 2 Corinthians 5:21. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതോർത്താണ് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്, അല്ലാതെ മരണത്തെ പേടിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ആരും ചിന്തിക്കരുത്. പ്രൈസ് ഗോഡ്. മരണത്തെ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ മനുഷ്യന് മരണത്തെ ഭയമാണ്. മനുഷ്യന് മരണത്തെ ഭയമാണ്. ഇവിടെ ഇതാ ക്രൂശിലെ മരണത്തോളം താൻ അനുസരണയുള്ളവനായി മാറി. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. പിതാവ് പറഞ്ഞു, ഇതാണ് നിന്റെ വഴി.
ഹല്ലേലൂയ. നീ ഇതനുസരിച്ചേ പറ്റൂ. നീ ഈ ജനത്തിനു വേണ്ടി പാപമായി തീർന്നേ മതിയാകൂ. ക്രൂശിന്റെ മേലെ നീ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ക്രൂശിന്മേൽ നിന്ന് കർത്താവ് നിലവിളിച്ചത് എങ്ങനെയാ? പിതാവേ പിതാവേ എന്നല്ല വിളിച്ചത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഓ മൈ ഗോഡ് വൈ ഹാവ് യു forsaken me? Jesus in his whole life never called the Father God. You know that. Hallelujah. പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ എന്നല്ല വിളിച്ചത്, എന്റെ ദൈവമേ എന്നാണ് വിളിച്ചത്. കാരണം എന്നൊന്ന് ചോദിച്ചാൽ ഈ വചനം നിവർത്തിക്കപ്പെട്ടു. അവിടെ താൻ പാപമായി തീർന്നു. അവിടുത്തെ ആ നിലവിളി പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയാ, എന്റെ ദൈവമേ എന്നെ കൈവിടരുതേ എന്നുള്ളത്. Because of his obedience he came to that point. He accepted that. Praise God. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. Hallelujah. The mind of Christ submits to God's will even when it involves sacrifice, misunderstanding or suffering. മറന്നു പോകരുത്. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനോ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന് ചുമക്കുവാനോ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുവാനോ, എന്തിനും നമ്മൾ വിശ്വസ്തയോട് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ നാമം നമ്മളിൽ മഹിമപ്പെടണം. നമ്മൾ പറയുന്നത് സത്യമാണെന്ന്. ഹല്ലേലൂയ. നമ്മളിൽ പലപ്പോഴും ദൈവവചനം കേട്ട് ഒഫൻഡഡ് ആകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അത് നമ്മുടെ ജീവിതത്തിൽ സത്യമായതുകൊണ്ട് അല്ലേ? മറ്റാരും എന്താ ഒഫൻഡഡ് ആവാത്തത്? നമ്മൾ ചിന്തിച്ച് നോക്കിയേ. സത്യം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒഫൻഡഡ് ആകുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറ്റബോധം തോന്നിയിട്ടാ അല്ലേ? കുറ്റബോധം തോന്നിയപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് പകരം ദൈവം ഉപയോഗിച്ച വ്യക്തിയുടെ മേൽ നമ്മുടെ കോപം ജ്വലിക്കും. മനസ്സിലായ സഹോദരങ്ങളെ? ഇത് മാനുഷികമാ. പക്ഷേ ഇവിടെ പറയുന്നത് കർത്താവ് അത് സഹിക്കാൻ തയ്യാറായി. കർത്താവിനെ ബേൽസെബൂൽ എന്ന് വിളിച്ചില്ലേ? ബേൽസെബൂലിനെ കൊണ്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. കർത്താവ് അത് സഹിച്ചു. കർത്താവിനെ അടിച്ചു, അവൻ സഹിച്ചു. തുപ്പി, അവൻ സഹിച്ചു. എന്തിന്? തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവനത് കണ്ടു. Obedience. He was perfectly obedient. Right from his birth to death, he was obedient to everyone and every circumstances. കർത്താവ് ജനിച്ച സമയം മുതൽ കർത്താവ് മരിച്ച സമയം വരെ നിങ്ങൾ നോക്കിക്കോ. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ആർക്കൊക്കെ അവൻ കീഴ്പ്പെട്ടിരിക്കേണ്ടി വന്നുവോ മനുഷ്യനായി, അവരുടെയൊക്കെ മുമ്പിൽ അനുസരണമുള്ളവനായി അവർ നിന്നു. ജോസഫിനും മറിയയ്ക്കും അവൻ കീഴ്പ്പെട്ട് ജീവിച്ചതായിട്ട് ലൂക്കോസിന് ശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അവർക്ക് കീഴടങ്ങിയിരുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? അവൻ അധികാരികളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ പീലാത്തോസിന് മുമ്പിൽ അവൻ മിണ്ടാതെ നിന്നു. അവൻ എങ്ങും വാദിക്കാൻ പോയില്ല. അവൻ എങ്ങും പറഞ്ഞില്ല ഞാൻ സാക്ഷാൽ ദൈവമാണ്. കർത്താവ് പറഞ്ഞില്ലേ എനിക്ക് ദൂതന്മാരെ വിളിക്കാൻ പറ്റും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പക്ഷെ താൻ വിളിച്ചില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാവരും പറഞ്ഞു പരിഹസിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്നില്ല. ടെംപ്റ്റേഷന്റെ നടുവിൽ പിശാച് പറഞ്ഞു ഈ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞു, അവൻ ചാടിയില്ല. അവിടെയൊക്കെയും he behaved like a man. He didn't want others to think high of him. അവനെക്കുറിച്ച് വലുത് മറ്റുള്ളവർ ചിന്തിക്കണമെന്നുള്ള ആഗ്രഹം അവനില്ലായിരുന്നു. He wanted to be obedient to his father all the time. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ടാണ് ആ ഒരു ജീവിതം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് 30 വർഷക്കാലം കർത്താവ് അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ്, ഈ ഭൂമിയിൽ അനുസരണയോടുകൂടി ജീവിച്ചത് കൊണ്ടാണ്. തൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 3:17 ഒരു വാക്യം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധ ദൈവം, സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം ഈ പ്രപഞ്ചം മുഴുവനും കേൾക്കെ, ഈ ഭൂമി കേൾക്കെ കൊടുത്ത സാക്ഷ്യമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് ദി 30 years of life that my son lived as a man in this world. ഈ ഭൂമിയിൽ 30 വർഷം എൻ്റെ മകൻ മനുഷ്യനായി ജീവിച്ചു. അവൻ്റെ ഈ 30 വർഷത്തെ ജീവിതത്തിൽ ഐ ആം വെൽ പ്ലേസ്ഡ്. അതിൻ്റെ അർത്ഥം ഒരു നിമിഷം പോലും അവൻ്റെ മനസ്സിൽ പാപം കടന്നു വന്നില്ല. അവൻ അധികാരത്തിന് കീഴ്പ്പെടാതിരുന്നിട്ടില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. അവൻ അനുസരണക്കേട് കാണിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് തന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യരായിട്ടിരിക്കുന്നവർക്കും കർത്താവിൻ്റെ ദാസരായിരിക്കുന്നവർക്കുമുള്ള പ്രത്യേകത. നമുക്ക് മറിയയെക്കുറിച്ചറിയാം, മദർ മേരി, കർത്താവിൻ്റെ അമ്മ മറിയയെക്കുറിച്ചറിയാം. അവൾ അനുസരണ ഉള്ളതോടുകൂടിയല്ലേ കർത്താവിന് അവളിലൂടെ ജനിക്കാൻ പറ്റിയത്. എത്രമാത്രം അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടു നിങ്ങളൊന്ന് ചിന്തിച്ചേ. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി, ഭർത്താവിനോടുകൂടെ ജീവിക്കാത്ത ഒരു പെൺകുട്ടി, അവൾ ഗർഭിണിയായി എന്ന് അറിയുമ്പോൾ നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നുണ്ട് ജോസഫ് അത് അറിഞ്ഞിട്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തെന്ന്. He wanted to
give upon her. He wanted to forsake her secretly. Because he didn't want to, bring a shame on her life. അവളുടെ ജീവിതത്തിൽ ഒരു ലജ്ജ വരുത്തുവാനോ അവളുടെ ജീവിതത്തിൽ നാണക്കേട് വരുത്തുവാനോ ജോസഫ് ആഗ്രഹിച്ചില്ല. കാരണം ജോസഫ് നീതിമാനായിരുന്നു എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ജോസഫ് ആഗ്രഹിച്ചു. കാരണം അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ. അന്നേരം ആ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്താലാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജോസഫിനോട് ചോദിച്ചിട്ടാണോ മറിയ ദൈവത്തിൻ്റെ ദൂതനോട് യേശു പറഞ്ഞത്? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, മറിയേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, അല്ലേ? നീ ഗർഭിണിയാകുമെന്ന് പറഞ്ഞു, അല്ലേ? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ നിറഞ്ഞ് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും. ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കപ്പെടും. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾക്ക് വേണേൽ നോ പറയാമായിരുന്നു. അവൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എൻ്റെ വിവാഹം ഒന്ന് കഴിയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ she was obedient to God's will. She was willing to take that blame, that she was willing to be despised for the sake of God. ദൈവനാമത്തിന് വേണ്ടി തൻ്റെ പേര് ദുഷിക്കപ്പെടുന്നതിന് അവൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഇത് കേൾക്കാൻ നമുക്ക് എളുപ്പമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ദൈവം കൊടുത്തു. കാരണം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെയാകാൻ പറ്റില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ യേശുവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. നമ്മുടെ കുടുംബജീവിതം മാറും, നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാറും, നമ്മുടെ സ്വകാര്യ ജീവിതം മാറും, നമ്മുടെ പാപ സ്വഭാവങ്ങൾ മാറും, നമ്മുടെ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും, നമ്മുടെ കോപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. ഒന്ന് മാത്രം മതി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറിയാൽ മതി. ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ ആ ഒരൊറ്റ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, യേശുവിൻ്റെ മനസ്സുള്ളയാളാക്കി എന്നെ മാറ്റണമേ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളയാളാക്കി മാറ്റണമേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ആര് നമ്മളെ റിജക്റ്റ് ചെയ്താലും, ആര് നമ്മളെ അംഗീകരിക്കാതെ വന്നാലും, ആര് നമ്മളെ തെറ്റിദ്ധരിച്ചാലും, ആര് നമ്മളെ വിടക്കെന്നെണ്ണിയാലും നമുക്കൊരു വേദനയും തോന്നത്തില്ല. കാരണം യേശുവിൻ്റെ മനസ്സ് നമ്മളിലായി കഴിഞ്ഞാൽ ക്രിസ്തു നടന്ന പാതയിലൂടെ നമ്മൾ നടക്കും. നമ്മൾ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കും. പ്രൈസ് ഗാഡ്. സത്യം തുറന്നു പറയും. ഒരുത്തനൊരു കുഴിയിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയും, നീ കുഴിയിൽ വീഴാൻ പോവുകയാണ്. അവൻ ഉപദ്രവിക്കുമെന്നും അവൻ ചീത്ത വിളിക്കുമെന്നുള്ളത് നമുക്ക് വിഷയമല്ല. കർത്താവ് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയുമത്. കാരണം എന്തെന്നറിയാമോ? യേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ട്. യേശു ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കും. പ്രൈസ് ഗാഡ്. ദ ലാസ്റ്റ് പോയിന്റ്. ഹല്ലേലൂയ. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ സെർവൻറ്റ് മൈൻഡ്. ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ദാസൻ്റെ മനസ്സാണ്. ഒരു ദാസനാണ് നമ്മൾ. ചിന്തിക്കണമേ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മനസ്സൊരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ അധികാരിയോ ലീഡറോ ഒന്നുമല്ല, ആ വ്യക്തി ദാസനായി മാറും. ചിലരൊക്കെ പറയത്തില്ലയോ ദൈവത്തിൻ്റെ ദാസൻ, ക്രിസ്തുവിൻ്റെ ദാസൻ എന്നൊക്കെ. പക്ഷേ ജീവിതത്തിലും പെരുമാറ്റത്തിലും ദാസനായിട്ടൊന്നുമല്ല തോന്നുന്നത്, മുതലാളിയായിട്ട് നമുക്ക് തോന്നും, അല്ലെ കോർപ്പറേറ്റ് CEO ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് ദാസൻ എന്നാണ്. സെർവൻറ്റ്. We are supposed to be servants. ഹല്ലേലൂയ. നമ്മൾ ദാസരായിരിക്കാൻ തക്കവണ്ണമാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന് ശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ലൂക്ക് 17:10 ഇങ്ങനെ വായിക്കുന്നു, so likewise when you have done all the things that are commanded of you, say, we are unprofitable servants, we have done that which are our duty to do. 17:10 ലൂക്കോസിന് ശേഷത്തിൽ പറയുന്നു, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം, സകലവും ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയാമോ? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യും, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അതിൻ്റെ വില ആരും തരുന്നില്ല, ഇതിന് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു അംഗീകാരവും കിട്ടുന്നില്ല, എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല, എന്നെ ഇപ്പോഴും പുറകിൽ തന്നെയാണ് ഇരുത്തുന്നത്, എന്നെ മുന്നോട്ട് വിളിക്കുന്നില്ല. കാരണം ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്. അത് സഭയിൽ മാത്രമല്ല പറയും, നമ്മുടെ കുടുംബത്തിലും നമ്മൾ പറയും, അല്ലേ? നമ്മൾ എണ്ണി പറയും. എന്തിനാണെന്നറിയാമോ? മറ്റൊരാളിൻ്റെ അംഗീകാരം കിട്ടാൻ തക്കവണ്ണം. അത് നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ പറയും. പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അതിരിക്കും, ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് വരാതിരിക്കണമെങ്കിൽ ഐ ആം ജസ്റ്റ് ആൻ അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്.
കർത്താവേ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസന, എത്രയോ വർഷക്കാലം ഒരു പ്രയോജനവുമില്ലാത്ത ജീവിതം ഞാൻ ജീവിച്ച് അങ്ങയുടെ നാമത്തിന് മഹത്വം തരേണ്ടതിന് പകരം അങ്ങയുടെ നാമം നിന്ദിക്കപ്പെടുവാൻ എന്നിലൂടെ ഇടയായി. ഇന്ന് ഐ ആം ആൻ അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്. പ്രയോജനമില്ലാത്തൊരു ദാസന. ഞാൻ ചെയ്യാനുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് തന്നെ 100% ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതാണ് താഴ്മയുടെ മനസ്സ്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. When an angel had the mind to promote himself over others, sin came into this universe. മുമ്പേ കേട്ടതുപോലെ മറ്റുള്ള ദൂതന്മാരെക്കാൾ തനിക്ക് ഉയരണമെന്നുള്ള ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് പാപം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സഹവിശ്വാസികളെക്കാൾ എനിക്ക് ഉയരണമെന്നുള്ള ആഗ്രഹം, ആത്മീയമായി വളരണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്. പക്ഷേ ലോകത്തിലെ സ്ഥാനമാനങ്ങളിൽ ഉയരണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ആ ദൂതൻ പിശാചായതുപോലെ നമ്മളും പിശാചിൻ്റെ സ്വഭാവം കാണിക്കും. നമ്മളും പിടിവാശി കാണിക്കും. നമ്മളും അധികാരത്തിന് വഴക്കുണ്ടാക്കും. നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊക്കെ കാണിക്കും. എന്തിനെന്നറിയാമോ? എനിക്ക് കിട്ടേണ്ട പലതും നീ പിടിച്ചു വെച്ചിരിക്കുക, എനിക്ക് അവിടെ എത്തണം. മനസ്സിലായോ? ഇത്രയും നാൾ നീ ആ സീറ്റിൽ ഇരുന്നില്ലേ, കുറച്ചൊന്ന് മാറിത്താ, ഞാനും കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? ഈസ് ഇറ്റ് ഫ്രം ഗോഡ്? ദൈവത്തിൽ നിന്നാണോ സഹോദര സഹോദരി ഇത് വരുന്നത്? ദൈവസന്നിധിയിൽ നിന്നാണോ ഇത് വരുന്നത്? ഒരിക്കലുമല്ല. ദൈവസന്നിധിയിൽ നല്ല വരുന്നത് ദൈവസന്നിധിയിൽ സെർവൻ്റ് ഹുഡാണ്, ദാസനാണ്, ദാസന്റെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. But when the Lord came down with the mind of servanthood, salvation came to this planet. ചിന്തിച്ചു നോക്കിക്കേ. ഒരു ദൂതൻ മറ്റു ദൂതന്മാർക്ക് സമദൂതനായി അംഗീകരിക്കുവാൻ കഴിയാതിരിക്കുക ദൈവത്തെ പോലാകണമെന്ന് പറഞ്ഞ് ഉയർന്നപ്പോഴാണ് പാപം വന്നത്. എന്നാൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് സദൃശ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ സകല പ്രപഞ്ചത്തിനും രക്ഷയ്ക്കിടയായി തീർന്നു. മനുഷ്യൻ്റെ രക്ഷ മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കൂടെ ഇടയായി തീർന്നു. അതാ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവിടെ എന്താണെന്നറിയാമോ? സകല പ്രപഞ്ചത്തിലുള്ളത് പോലും, പ്രകൃതി പോലും വിടുതലിന് വേണ്ടി കാക്ഷിക്കുന്നു എന്നാ ദൈവപുത്രന്മാരുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് സമയമില്ല ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, അതിൽ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് കർത്താവ് വന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും പാപത്താൽ പങ്കിലമായിരിക്കുക. ഈ രക്ഷയ്ക്കായിട്ട് എന്നാ അത് സംഭവിക്കുന്നതെന്നറിയാമോ? ആകാശവും ഭൂമിയും മാറിപ്പോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴാണ് അത് ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. അന്ന് നമുക്ക് പുതിയ ശരീരങ്ങളൊക്കെ കിട്ടും. നമ്മൾ പുതിയ ശരീരത്തോടെ ദൈവസന്നിധിയിൽ വസിക്കും. ഈ പ്രപഞ്ചം മുഴുവനും പുതിയതായി മാറുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഫിലിപ്പിയ ലേഖനം നമുക്ക് താഴത്തെ വാക്യം കൂടെ വായിച്ച് നിർത്തുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:7 വായിച്ചേ. But made himself of no reputation, taking the form of a bond servant, because he came with the mind of servant. ദാസനായി ആ ഭാഗം ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു, ദാസനായി തീർന്നു. He came with the spirit and he came with the mind of a servant. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്കതിന് മനസ്സുണ്ടോ? നമുക്കൊരു ദാസനോ ദാസിയോ ആകാൻ മനസ്സുണ്ടോ? അതോ നമ്മൾ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഭവനങ്ങളിലായിക്കൊള്ളട്ടെ, എനിക്ക് ഇവിടെ കിട്ടാനുള്ള സ്ഥാനം കിട്ടുന്നില്ലെന്നുള്ളതാണോ നിൻ്റെ ആഗ്രഹം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് എന്താ സ്ഥാനം ഈ ഭൂമിയിലുള്ളത്? ഒരു സ്ഥാനവും നമുക്കില്ല. നമ്മുടെ സ്ഥാനം നരകത്തിലാണ്. ഈ ലോക ജീവിതം കുറച്ച് നാളത്തെ ജീവിതമാണ്. ഇറ്റ്സ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അന്ന് വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മനസ്സുള്ളവരായി നമുക്ക് മാറണം. ഹല്ലേലൂയ. നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ലിസ്റ്റ് എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഏത് ലിസ്റ്റ് ഉണ്ടെങ്കിലും അതിനെ വലിച്ചേറി കളയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ലിസ്റ്റ് ഓർത്ത് കഴിഞ്ഞാൽ ഹൗ ഇൻ ദ വേൾഡ് ഐ ക്യാൻ കീപ് മൈസെൽഫ് എ ലിസ്റ്റ് ഫോർ അതേഴ്സ് ടു ഹോണർ? മറ്റുള്ളവർ അംഗീകരിക്കും എൻ്റെ എൻ്റെ എന്ത് ലിസ്റ്റാണ് ഉള്ളത്? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹിസ് ഗ്രേറ്റ്നസ് വാസ് എക്സ്പ്രസ്ഡ് ത്രൂ സർവീസ്. അവൻ്റെ സേവനത്തിലൂടെയാണ്, അവൻ്റെ ശുശ്രൂഷയിലൂടെയാണ് തൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തിയത്. നമുക്കറിയാം, ബിഫോർ ഹി ഗോട്ട് ദ ക്രൗൺ ഹി ടുക്ക് ദ ടവൽ. അല്ലേ? ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തക്കവണ്ണം അവൻ വെള്ളവും എടുത്തു, ഒരു ടവലും കയ്യിലെടുത്തു, ഒരു തോർത്തും എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഹി വാസ് പ്രൊമോട്ടഡ് ടു ദ ഗ്ലോറി. ചിന്തിക്കേണ്ടതാ, നമ്മളിൽ എത്ര പേര് വെള്ളവും ടവലും എടുക്കാൻ തയ്യാറാണ് മറ്റുള്ളവരുടെ കാല് കഴുകാൻ വേണ്ടി?
ഇവിടെ ഈ ഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്തുകൊണ്ടാ? തന്നെത്താൻ താഴ്ത്തി, മനുഷ്യ സാദൃശ്യരായി, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. അങ്ങനെ താഴ്ത്തി വന്നതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, അതുകൊണ്ട് ദൈവവും. അതുകൊണ്ട്, നോട്ട് ബിക്കോസ് ഹി വാസ് എ സൺ ഓഫ് ഗോഡ്. അവൻ ദൈവപുത്രനായതുകൊണ്ടല്ല അവനെ ഉയർത്തിയത്. പിന്നെയോ അവൻ ഇങ്ങനെ അനുസരണയുള്ളവനായി, ദാസനായി, താഴ്മയോടെ വന്നതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഇത് നമുക്ക് തരുന്ന പ്രോമിസ് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനായ നമുക്കിങ്ങനെ താഴാൻ പറ്റുന്നെങ്കിൽ ദൈവം നമ്മളെയും ഉയർത്തി ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മളെയും ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് സോ മച്ച് നീഡഡ് ദീസ് ഡേയ്സ്. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് വാല്യൂസ് പീപ്പിൾ ഓവർ പൊസിഷൻ. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹി ഗേവ് അപ്പ് ഹിസ് ഡിവൈൻ പ്രിവിലേജസ്, നോട്ട് ഹിസ് ഡിവിനിറ്റി. അവൻ്റെ ദൈവത്വമല്ല അവൻ ഉപേക്ഷിച്ചത്, പക്ഷേ അവൻ്റെ ദൈവികമായ എല്ലാ പ്രിവിലേജസും അവൻ വേണ്ടെന്ന് വെച്ചു. ദൈവത്വമല്ല വേണ്ടെന്ന് വെച്ചത്, ദൈവികമായ എല്ലാ പ്രിവിലേജസും എല്ലാ ബെനഫിറ്റ്സും അവൻ വേണ്ടെന്ന് വെച്ചു. ഹെവൻലി ഗ്ലോറി വേണ്ടെന്ന് വെച്ചു. സ്വർഗീയ മഹത്വം അവൻ വേണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവരാൽ ദൂതന്മാര് ആരാധിച്ചു കൊണ്ടിരുന്നവൻ ആരും എന്നെ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞു. ആരാധന വേണ്ടെന്ന് വെച്ചു. എന്തിന്? ഈ മനുഷ്യനായവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ. അതുമാത്രമല്ല, ഹല്ലേലൂയ, തൻ്റെ ദ വിസിബിലിറ്റി ഓഫ് ഹിസ് ഡിവൈൻ പവർ, അവൻ്റെ ദൈവത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് വെച്ചു. അവനൊരു മനുഷ്യനെ പോലെ ഒതുങ്ങി, മനുഷ്യനെ പോലെ അവൻ ഭക്ഷണം കഴിച്ചു, മനുഷ്യനെ പോലെ അവൻ ക്ഷീണിച്ചു. ദൈവത്തിന് ക്ഷീണമുണ്ടോ ദൈവമക്കളെ? അപ്പം ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ക്ഷീണിച്ച് വള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവത്തിന് ക്ഷീണമുണ്ടോ? പക്ഷെ അവൻ ക്ഷീണത്തിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു. ദൈവത്തെ പോലെ അവൻ മനുഷ്യനെ പോലെ അവൻ വിശപ്പ് സഹിച്ചു. മനുഷ്യനെ പോലെ അവൻ കരഞ്ഞു. ലാസർ മരിച്ചപ്പോൾ കർത്താവ് കരയുന്നതായിട്ട് വചനത്തിൽ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അവൻ അഭയാചന കഴിച്ചെന്ന്. ദാറ്റ് മീൻസ് ഹി വാസ് എ മാൻ. നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണമെന്ന്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിട്ട് തന്നെ നിങ്ങൾ തീരണമെന്ന്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹല്ലേലൂയ. He chose to live within the real limitation of human life. Hunger, fatigue, pain, temptation, everything he had gone through. Praise God. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. കർത്താവ് നമ്മളിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു, പക്ഷേ വേറൊരു മനസ്സോടെ, ക്രിസ്തുവിൻ്റെ മനസ്സ്. കർത്താവെ, അങ്ങയെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയുടെ മനസ്സ് വേണം. ഇന്നത്തെ പകൽക്കാലം നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഉപവാസത്തിൻ്റെ നാളിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മനസ്സുള്ള വ്യക്തിയായി എനിക്ക് മാറണം. ആരിൽ നിന്നും അകന്നു പോകുവാനല്ല, എല്ലാവരിലേക്കും എനിക്ക് അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ചിന്തിക്കണം. നമ്മൾ പലരും ചിന്തിക്കേണ്ടതാ, മനസ്സിലാക്കേണ്ടതാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പലരിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരാറുണ്ട്. ഞാൻ അകന്നു പോകുവാനല്ല, അടുത്തു വരുവാനാണ് കർത്താവിനെ വിളിച്ചത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, അവരെ താങ്ങുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.